പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കില്ല എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ വി ഡി സതീശനെതിരെ നടത്തിയ ഒരു പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? രാമൻ വനവാസത്തിന് പോയ പോലെയാണോ ഇവരൊക്കെ പോകാൻ പോകുന്നത്? വനവാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതല്ലേ ഓർമ്മയിൽ വരുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ പോകേണ്ടി വന്നാൽ ലീഗിനും പോകേണ്ടി വരും. അതെ അതാണ് കുഞ്ഞാലിക്കുട്ടി നോക്കുന്നത്. അതെ അതെ കാരണം ഇപ്പം UDF അധികാരത്തിൽ വരണമെന്ന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആഗ്രഹവും പ്രയത്നിക്കുന്നതും താല്പര്യവും ഒക്കെ ലീഗിനാണ്. പ്രത്യേകിച്ച് ഇനിയും അധികാരമില്ലാതെ ജീവിക്കാൻ ലീഗിന് സാധിക്കില്ല. അപ്പോൾ അതാണ് അക്കാര്യത്തിൽ അവരെ സമ്മതിക്കണം കേട്ടോ. ആ വർക്ക് ചെയ്യുന്നതിൽ നിലമ്പൂരിൽ എന്തായിരുന്നു? എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. അവിടെ താമസിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. അതെ, അവരുടെ ഏരിയയാണ് അതൊക്കെ. എന്നാൽ പോലും അവിടെ താമസിച്ചുകൊണ്ട് വീട് അതിനകത്തൊരു അത്ഭുതം കൂടിയുണ്ട് സാർ. പണ്ട് ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിരുന്നു ലീഗ് ശ്രമിച്ചിരുന്നത്. അതെ. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ, ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കണം. ഈ ആര്യാടൻ ഷൗക്കത്തും സ്ഥാനത്തും അസ്ഥാനത്തും ലീഗിനെ ഞോണ്ടിക്കൊണ്ടിരുന്ന ആളാണ്. എന്നിട്ട് പോലും മുസ്ലിം ലീഗും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പണക്കാട് തങ്ങളും ഒക്കെ അതെല്ലാം മറന്ന് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് അവിടെ പ്രയത്നിക്കുകയായിരുന്നു. അത് പ്രശാന്ത് ഷൗക്കത്തിനോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല. ഇവിടെ വൻ വിജയം ഉണ്ടാക്കിയ ഇനിയും അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമാണ്. LDF ചെന്ന് ചേരുന്നതിനേക്കാൾ നല്ലത് അവർ അറബിക്കടലിൽ ചാടുന്നതാണ്. അത് അവർക്കറിയാം നന്നായി. ഈ നിലമ്പൂരിൽ ഈ വൻ വിജയം കൊയ്താൽ ഇതങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് വ്യാപിപ്പിക്കാം. അതെ എന്നുള്ള കണക്ക് കൂട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, പരീക്ഷ ജയിക്കണമെന്നുള്ളവൻ തല കുത്തിയിരുന്ന് പഠിക്കും. അതെ, അതാണ് കുഞ്ഞാലിക്കുട്ടിയും സംഘവും ചെയ്തത് നിലമ്പൂരിൽ. സാർ, അത് മലബാറിൽ പ്രത്യേകിച്ചും, അതായത് പാലക്കാട് തൊട്ട് മുകളിലേക്ക് കാസർഗോഡ് വരെ, മഞ്ചേശ്വരം വരെ വളരെ കൃത്യമായിട്ട് ലീഗും കോൺഗ്രസും ഈ പറയുന്നത് പോലെ ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങി പണിയെടുക്കുക തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. മധ്യ കേരളം ഈ പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യൻ ബെൽറ്റിൻ്റെ കയ്യിലിരിക്കുകയാണ്. സമയം ഇപ്പോഴും ഒരു മേൽക്കൈ കിട്ടാത്തത് ഈ തെക്കൻ കേരളത്തിലാണ് UDF സംബന്ധിച്ച്. അതിനി എന്തായി തീരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിലാണ് LDFും UDFും BJPയും തമ്മിലുള്ള ഒരു ത്രികോണ മത്സരം നടക്കാൻ പോകുന്നത് തെക്കൻ കേരളത്തിലാണ്. അപ്പോൾ ഇവിടുന്ന് വേണം വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, ഇവിടുന്ന് ഈ തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ ആര് പിടിച്ചെടുക്കും, അവരായിരിക്കും കേരളം ഭരിക്കാൻ സാധ്യത. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ LDF കയ്യിലാണ് തിരുവനന്തപുരവും കൊല്ലവും ഇരിക്കുന്നത്. തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും. അതെ, ആലപ്പുഴയും ഒരു പരിധി വരെ. ശരിക്കും ഈ 4 ജില്ലകളിലും LDF വലിയ മേൽക്കൈയുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റും. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഈ സതീശനെ വേട്ടയാടലില് എന്തോ കാര്യം ഉണ്ട് എന്നാണ് അദ്ദേഹം ഈ എന്താ പറയുക, 98 സീറ്റുമായിട്ട് അധികാരത്തിലെത്തിയാൽ ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പിന്നെ ഒഴിയണമല്ലോ, 90 വയസ്സായി. ഇതൊരു കാരണമാക്കിക്കൊണ്ട് ചിലപ്പോൾ ഒഴിയുമായിരിക്കും. അല്ല, അതെന്തുമാകട്ടെ, പക്ഷെ അതിന്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ടല്ലോ. അതാണ് ഇവിടുത്തെ വിഷയം. അതിനെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കയറി പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെ രാഷ്ട്രീയ വനവാസത്തിന് അദ്ദേഹത്തിനെ വിടില്ല, ഞങ്ങളുള്ളപ്പോൾ അത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ മറുപടി വെള്ളാപ്പള്ളി നടേശനാണ്. അതായത് നിങ്ങൾ SNDPയും NSSും ഒക്കെ ഒത്തൊരുമിച്ച് ശ്രമിച്ചോളൂ, എന്നാലും ലീഗ് വിചാരിച്ചാൽ UDFനെ കോൺഗ്രസിനെ ഇവിടെ അധികാരത്തിലെത്തിക്കാം, വി ഡി സതീശനെ മുഖ്യമന്ത്രിയുമാക്കാം എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. അങ്ങനെ അല്ലാതെ അത് വായിച്ചെടുക്കാൻ സാധിക്കുന്നു ഇല്ല. കാര്യം ഇതിനകത്ത് എന്തായാലും ഈ ഈഴവ വോട്ടുകൾ ഒരുപാട് പിന്നെ BJPയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ചില മണ്ഡലങ്ങളിലെങ്കിലും ഈഴവ വോട്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് കോവളം മണ്ഡലം, അതുപോലെ നെയ്യാറ്റിങ്കര മണ്ഡലം, കാട്ടാക്കടയില്, അതുപോലെ തന്നെ വർക്കല, ആറ്റിങ്ങല്, ചിറയൻകീഴ് ഒക്കെ ഈഴവ വോട്ട് ഗണ്യമായിട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നാൽ കൊല്ലം ജില്ലയിലേക്ക് വന്നാലും കൊല്ലത്തും BJP വിചാരിച്ചാൽ ഈഴവ വോട്ടുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും.
അത് നമുക്ക് കായംകുളം ജില്ലയിൽ അത് നമ്മൾ കണ്ടതാണ്. ക്ഷമിക്കണം, കായംകുളം മണ്ഡലത്തിൽ നമ്മളത് കണ്ടതാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കായംകുളത്ത് നമ്മളത് കണ്ടതാണ്. അവിടെയാണ് നല്ലപോലെ ചോർച്ച വന്നത്. അവിടെ ശോഭാ സുരേന്ദ്രനാണ് മത്സരിച്ചത്. അവിടെ മാത്രമല്ല, മറ്റു പല, ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് മുന്നേറ്റമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ചേർത്തല ഒരു നായർ ഭൂരിപക്ഷമുള്ള, നായർ ഈഴവ ഏതാണ്ട് സമാസമം എന്ന് പറയാം. പക്ഷേ കായംകുളത്തൊക്കെ അങ്ങനെയല്ല. വലിയ രീതിയിൽ അവിടെ ഈഴവ വോട്ട് ഉണ്ട്. ആ ഈഴവ വോട്ട് വലിയ രീതിയിൽ CPMനെ കൈവെടിഞ്ഞ് BJPയിലേക്ക് പോയി എന്നുള്ളതാണ്. അത് വെറും ഒരു 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 അപ്പോഴുണ്ടായ ഒരു ട്രെൻഡിൻ്റെ പുറത്ത് സംഭവിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വർക്കല മണ്ഡലത്തിൽ എങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ട് ആറ്റിങ്ങലും ചിറയൻകീഴും കാട്ടാക്കടയിലും കോവളത്തും ഒക്കെ അത് സംഭവിച്ചു എന്നുള്ളതാണ് CPMനെ ഭയപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ നായർ വോട്ടുകൾ ഇങ്ങോട്ട് നമുക്ക് മറിയെന്ന് പറയാൻ പറ്റും സാർ? ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നമുക്ക് വ്യക്തമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്കത് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ക്ലിയറായിട്ട് മനസ്സിലാവും. പൊതുവേ ഈ നായർ ഈഴവ വോട്ടുകൾ LDFന് വിരുദ്ധമായിട്ട് പോകാനാണ് സാധ്യത. അത് BJPക്ക് പോകുമോ, UDFിലേക്ക് എത്ര പോകും എന്നൊക്കെ ഉള്ളതാണ് ഈ 4 ജില്ലകളെ സംബന്ധിച്ച് ഉയരുന്ന ചോദ്യം. അപ്പോൾ പിന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന, അല്ലെ സതീശിനെ വേട്ടയാടൽ, അതിനകത്തൊരു ജാതി രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ CPMന് തിരിച്ചടി, അല്ല, CPMന് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ആന്റി ഇൻകംബ്രൻസി ഉണ്ട്. അത് BJP മുതലെടുക്കുമോ UDF മുതലെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് വെള്ളാപ്പള്ളി നടേശന്റെ സംഭാവന എത്ര? ഇതിനാണ് ഒരു ഉത്തരം കിട്ടേണ്ടത്. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി വളരെ കൃത്യമായിട്ട് ഒരു നില, അതായത് VD സതീശന് രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടാകില്ല, ഞങ്ങളത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ മലബാർ ബെൽറ്റിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് UDF ഒറ്റക്കെട്ടായിട്ട് ഇലക്ഷനെ നേരിടും എന്നാണ് അദ്ദേഹം കൊടുക്കുന്നത്. അത് ശരിയായിരിക്കും പ്രശാന്ത്. മലബാർ മേഖലയിൽ എപ്പോഴും നമ്മൾ ലീഗിന് കൊടുക്കുന്ന സീറ്റ് പിന്നെ എപ്പോഴും അവർ സുരക്ഷിതമാക്കി കൊടുക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഇപ്പോഴത്തെ സീറ്റിൽ നല്ല ഗണ്യമായ വർധനവ് ഉണ്ടാകും. പക്ഷെ നേരത്തെ പറഞ്ഞ കുഴപ്പമുണ്ടല്ലോ, ഈ CPMന് അടി പറ്റുമെന്നുള്ളത്. പക്ഷെ ആ അപകടം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു, അത് പതിയിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കളി കളിക്കാൻ സാധ്യതയുണ്ട്. അത് BJPയും ആയിട്ട് ചേർന്ന് എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്ക് ഉണ്ടാകുമോ എന്നെനിക്കൊരു സംശയിക്കണ്ടോ? നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പണ്ടൊക്കെ ഈ കോലി സഖ്യമൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി പലരും പലരുടെയും സഹായം സ്വീകരിച്ചിട്ടുണ്ട്. സമുദായ സംഘടനകളുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്, മതവിഭാഗങ്ങളുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊന്നും ഈ രാഷ്ട്രീയത്തിലെ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൻ്റെ അധാർമികതയൊന്നും നമുക്ക് പെട്ടെന്ന് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഈ 4 തെക്കൻ ജില്ലകൾ വളരെ ക്രൂഷ്യലാണ്. എനിക്കത് പാലോട് രവിക്ക് ഈ അപകടം മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രം പുറത്തു വന്നത്. അതൊരു അവസരമാക്കി പാലോട് രവിയെ കുത്താൻ ചിലർ ഉപയോഗിച്ചെങ്കിലും റിയൽ ആയിട്ടുള്ള കാര്യം അതെ, അത് ഈ വസ്തുത എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഈ BJP ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല. പ്രത്യേകിച്ച് ഈ 4 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, പിന്നെ തൃശ്ശൂരിൽ, പിന്നെ പാലക്കാട്, ഇവിടെയൊക്കെ BJPക്ക് അത്യാവശ്യം, പിന്നെ കാസർഗോഡ്, ഈ ജില്ലകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള ജില്ലകളിൽ പോട്ടെ, BJPയെ നമുക്ക് മാറ്റി നിർത്താം. ഒരു കണക്കെടുപ്പിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് BJPക്ക് വലിയ സ്വാധീനം. അത് തെറ്റാണത് വാസ്തവത്തിൽ. കാരണം ഒരു മണ്ഡലത്തിൽ 5000 വോട്ടുണ്ടെങ്കിൽ ആ 5000 വോട്ട് മതി നിർണ്ണയിക്കാൻ. ഒരു പക്ഷേ ആ 5000 വോട്ടിനകത്തായിരിക്കും ഒരു സ്ഥാനാർത്ഥി തോറ്റു പോകുന്നത്. അവിടെ ഒന്നാമനും രണ്ടാമനും തമ്മിൽ 5000 വോട്ടിൻ്റെ വ്യത്യാസമേ കാണുകയുള്ളൂ. ഇപ്പുറത്ത് BJP മൂന്നാം കക്ഷിയായിട്ട് നിൽക്കുന്ന BJP ഒരു 5000 വോട്ട് പിടിച്ചാൽ ഈ പറയുന്നത് പോലെ അങ്ങനെ BJPക്ക് 5000 അല്ല, അതിൽ കൂടുതൽ വോട്ട് കിട്ടും എല്ലാ മണ്ഡലത്തിലും. മലപ്പുറത്ത് പോലും BJPക്ക് 5000-ന് മേളിൽ, ഇപ്പം നിലമ്പൂർ നമ്മൾ കണ്ടല്ലോ, 8000 ചില്ലുവാന വോട്ട് കിട്ടി, ഏതാണ്ട് 9000-നടുത്ത് വോട്ട് കിട്ടി. അപ്പോൾ BJP ശ്രമിച്ചാൽ എല്ലാ മണ്ഡലത്തിലും ഒരു 10000 വോട്ട് വെച്ച് പിടിക്കാൻ BJPക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല.
പക്ഷെ അത് പലപ്പോഴും UDF ദോഷം ചെയ്യും. ഇപ്പം അത് പക്ഷെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് ആർക്ക് ദോഷം ചെയ്യും പണ്ട് എന്നുള്ളത് വെള്ളാപ്പള്ളി നടത്തിയ ഒരു യാത്രയുണ്ട്. യാത്ര കഴിഞ്ഞിട്ടാണ് BDJS രൂപീകരിക്കുന്നത്. ഈ അതെ, BDJS 2016 പലയിടത്തും മത്സരിക്കുമ്പോൾ അവിടെ ആ മണ്ഡലങ്ങളിൽ UDF നഷ്ടം വന്നിട്ടുള്ളത്. അതെ ആ സാറേ, 2014 ശേഷം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 12 സീറ്റ് ജയിച്ചു, LDF 8 സീറ്റ് ജയിച്ചു. അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDF തിരിച്ചടിയായിരുന്നു. കാരണം BJPയുടെ വളർച്ച UDF ബാധിച്ചത്. അതിനകത്ത് നമ്മൾ ആരും കാണാത്തൊരു രാഷ്ട്രീയമുണ്ട്. അതായത് അതുവരെ BJPയുടെ വോട്ട് BJPക്ക് കിട്ടിയിരുന്നില്ല. അത് ഈ ഒരു മാർക്സിസ്റ്റ് വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരോധം നിമിത്തം അത് UDF കിട്ടിക്കൊണ്ടിരുന്നത്. അത് 2014 ശേഷം കേന്ദ്രത്തിൽ മോദി എന്നൊരു ഒരു 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 മഹാപുരുഷൻ അധികാരത്തിൽ വരികയും ഒരു മോദി തരംഗം രാജ്യം മുഴുവനും ആഞ്ഞടിക്കുകയും ചെയ്തപ്പോൾ BJPയുടെ വോട്ട് ക്രമാനുഗതമായി BJPക്ക് തന്നെ കിട്ടാൻ തുടങ്ങി. അതോടുകൂടി ഇപ്പുറത്ത് UDF ശുഷ്കമായി, അവരെ ബലം കുറഞ്ഞു, അവർ വീഴാൻ തുടങ്ങി. ആ വീഴ്ചയിൽ നിന്ന് അതിനെ അതിജീവിച്ച് ഉയർന്നു വരാനുള്ള ഒരു കരുത്ത് UDF ഇതുവരെ നേടിയിട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP പിടിക്കുന്ന വോട്ട്, ഈ പറഞ്ഞതുപോലെ ഈഴവ നായർ വോട്ട് BJP പിടിക്കുന്നത് LDF തോൽപ്പിക്കുമോ UDF തോൽപ്പിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.